ആരുടെ തലയിൽ മിന്നിയ ആശയമാണെന്നറിയില്ല, പക്ഷേ ഒന്നറിയാം, ആ കണ്ടെത്തൽ മനുഷ്യജീവിതത്തിന് തെളിച്ചം കൂട്ടി, രാത്രികളെ അത് പകലുകളാക്കി. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ സ്നേഹിൻ സാബു ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ചക്രത്തിനൊപ്പം പ്രാധാന്യമുണ്ട് ചരിത്രത്തിൽ ബൾബിനും. നാഗരികതയിലേക്കും ആധുനികതയിലേക്കുമുള്ള മനുഷ്യൻ്റെ യാത്രയിൽ അവ വഴിവിളക്കുകളായി. രാവും പകലും ഉണർന്നിരിക്കുന്ന മനുഷ്യനെ മാത്രമല്ല, ഫാക്ടറികളെയും അവർ സൃഷ്ടിച്ചു. ബൾബുകൾ സൃഷ്ടിച്ച വെളിച്ചത്തിൻ്റെ ചുവട്ടിലാണ് നാം വ്യവസായ വിപ്ലവം യാഥാർത്ഥ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബൾബുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചരിത്രത്തിൽ അവർക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മനുഷ്യ സംസ്കാരത്തെ ബൾബുകൾ അടിമുറി മാറ്റിമറിച്ചു. വിനോദം, വിദ്യാഭ്യാസം, ആരോഗ്യരക്ഷ തുടങ്ങി സമസ്ത മേഖലകളെയും കുതിച്ചുചാട്ടത്തിന് അവ വെളിച്ചമേകി. സ്വിച്ചിട്ടാൽ തെളിയുന്ന അത്ഭുത വിളക്ക്. മന്ത്രമല്ല, ജാലമല്ല, പുകയില്ല, കരിയില്ല, തീ പിടിക്കുന്ന പേടി ഒട്ടുമില്ല. ഇന്ന് കേൾക്കുമ്പോൾ ഇതിലെന്താണ് ഇത്ര അത്ഭുതം എന്നാർക്കും തോന്നിയേക്കാം. എന്നാൽ കുറേ കാലം മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. മുമ്പെന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ് എന്നത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്നൊരു കാലത്ത്. പണ്ടൊക്കെ മനുഷ്യൻ്റെ ഒരു ദിവസം എന്നത് ഭൂരിഭാഗം പക്ഷിമൃഗാദികളേതും പോലെ സൂര്യാസ്തമയത്തോടെ അവസാനിക്കുന്നതായിരുന്നു. ചന്ദ്രനും നക്ഷത്രങ്ങളും മാനത്ത് കൊളുത്തി വയ്ക്കുന്നത് മാത്രമായിരുന്നു രാത്രിയിലാകെയുള്ള വിളക്കുകൾ. എന്നാൽ എല്ലാ ദിവസവും അവ കാണണമെന്നുമില്ല. വെളുത്ത വാവിന് കൂട്ടായി ചിരിക്കുന്ന നിലാവുണ്ടാകും, എന്നാൽ കറുത്ത വാവിന് കൂരിരുട്ട് മാത്രം. കാലമേറെ കഴിഞ്ഞപ്പോഴും എണ്ണവിളക്കുകളും മെഴുകുതിരികളും കണ്ടെത്തി. അതോടെ മനുഷ്യൻ്റെ പകലുകൾക്ക് നീളം കൂടി. തുടർന്ന് വാതക വിളക്കുകൾ വന്നു. എന്നാൽ വെളിച്ചത്തിന് ഈ ഉറവിടങ്ങൾക്കൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. മങ്ങിയ വെട്ടം, കരിപ്പുക, മടുപ്പിക്കുന്ന മണം, കുറേ നേരം ഉപയോഗിച്ചാൽ കണ്ണുവേദനിക്കും. പോരാത്തതിന് എപ്പോൾ വേണമെങ്കിലും വിളക്കിൽ നിന്ന് തീ പടർന്ന് തീപിടുത്തമുണ്ടാകാം. ശാസ്ത്രലോകം അക്കാലത്തൊക്കെ സ്വപ്നം കണ്ടത് സുരക്ഷിതമായതും തുടർച്ചയായി ഉപയോഗിക്കാവുന്നതുമായ ഒരു വിളക്കാണ്. വൈദ്യുത ബൾബുകൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ശ്രമം തുടങ്ങിയെങ്കിലും 100 വർഷം നീണ്ട പരീക്ഷണങ്ങളിലൂടെയാണ് വൈദ്യുത ബൾബിൻ്റെ ആദ്യ മാതൃക ശാസ്ത്രലോകം നിർമ്മിച്ചത്. ശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പരീക്ഷണമായിരുന്നു ബൾബിൻ്റേത്. കണ്ടെത്തിയ ശേഷം അതിനെ ഏറെ നേരം കത്തിച്ചു നിർത്താനും ദീർഘകാലത്തെ പരീക്ഷണം വേണ്ടിവന്നു. ഇനി ഈ കത്തലിന് പിന്നിൽ എന്താണ്? ഇരുമ്പ് നന്നായി ചൂടാക്കിയാൽ എന്തു പറ്റും? അത് ചുട്ടുപഴുകും, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് വെളിച്ചം പുറത്തു വരും. ഇതുപോലെയാണ് ബൾബിൻ്റെ പ്രവർത്തനം. ഒരു വസ്തുവിനെ ഉയർന്ന താപത്തിൽ ചൂടാക്കുമ്പോൾ അത് ചുട്ടുപഴുക്കുകയും ഈ ചൂട് വെളിച്ചത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരികയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇൻകാൻഡസൻസ്. ഇതാണ് ബൾബിൻ്റെ പ്രവർത്തന തത്വം. കൽക്കരിയും വിറക് ഉള്ളിയുമൊക്കെ കത്തിക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സൂര്യൻ്റെ വെളിച്ചത്തിന് പിന്നിലെ ഗുട്ടൻസും ഇൻകാൻഡസൻസ് തന്നെ. ഗോളാകൃതിയിലുള്ള ഗ്ലാസ് കവചം, ഫിലമെൻ്റ്, ചെമ്പ് കമ്പി, അലുമിനിയം ബേസ് എന്നിവയാണല്ലോ ഒരു ബൾബിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ചെമ്പ് കമ്പിയാണ് ഫിലമെൻ്റ് ഉറപ്പിച്ചിരിക്കുക. ഫിലമെൻറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത് ഈ കമ്പികളാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫിലമെൻ്റ് ചുട്ടുപഴുക്കുകയും അതുമൂലം പ്രകാശിക്കുകയും ചെയ്യുന്നു. അതായത് ചൂട് വെളിച്ചമായി മാറുന്നു. സാധാരണയായി ബൾബുകളിൽ ടങ്സ്റ്റൺ ലോഹം കൊണ്ടുള്ള ഫിലമെൻ്റാണ് ഉപയോഗിക്കുക. കൂടുതൽ സമയം വെളിച്ചം തരാൻ ഇതിന് കഴിയും. ഓക്സിജനുമായി കലർന്നാൽ ടങ്സ്റ്റൺ ഫിലമെൻറ്റുകൾ കത്തിപ്പോകും. ഇത് സംഭവിക്കാതിരിക്കാൻ ബൾബിന് ഉൾവശം വായുരഹിതമാക്കേണ്ടതുണ്ട്, അഥവാ വാക്യൂമാക്കേണ്ടതുണ്ട്. ഉള്ളിലെ കൊടും ചൂടും മൂലം ഫിലമെൻറ്റിന് ഉണ്ടാക്കാവുന്ന ബാഷ്പീകരണം തടയാനും ഓക്സിജനുമായി കലർന്ന് തീ പിടിക്കുന്നതിന് തടയാനും ബൾബിനുള്ളിൽ അലസവാതകം നിറയ്ക്കും. നൈട്രജൻ വാതകമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ സുലഭമായതിനാൽ വലിയ ചെലവില്ലാതെ നൈട്രജൻ നിറയ്ക്കാനാകും. വെണ്മയിൽ ജ്വലിക്കുക എന്നർത്ഥം വരുന്ന ഇൻകാൻഡസർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇൻകാൻഡസൻസ് ഉത്ഭവിച്ചു. വൈദ്യുതി കണ്ടെത്തി അധികം വൈകാതെ വൈദ്യുത ബൾബുകൾ രംഗത്ത് വന്നുവെങ്കിലും അവ കൂടുതൽ കാര്യക്ഷമമായത് ഇൻകാൻഡസൻസ് ബൾബുകളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ്. ഏതായിരുന്നാലും ലോകത്തിലെ ആദ്യത്തെ ബൾബ് അല്ലെങ്കിൽ വൈദ്യുത ബൾബ് ഏത്? അതിൻ്റെ പേരെന്ത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് നോക്കാം. ഡേവിസ് ലാമ്പ്. ബാറ്ററിയും കുറച്ച് വയറുകളും ഒരു കഷ്ണം കാർബണും തീർന്നു. ഇതായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ വൈദ്യുത ബൾബിൻ്റെ ഭാഗങ്ങൾ. ബാറ്ററിയെ വയറുകൾ വഴി കാർബണുമായി ബന്ധിപ്പിച്ചപ്പോൾ കാർബൺ ജ്വലിച്ചു, അഥവാ അത് പ്രകാശം പുറപ്പെടുവിച്ചു. ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായിരുന്ന ഹംഫ്രി ഡേവിഡ് 1802 ഈ വൈദ്യുത ബൾബ് ഉണ്ടാക്കിയത്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബൾബായ ഇത് ഡേവിസ് ആർക്ക് ലാമ്പ് എന്നും ഇലക്ട്രിക് ആർക്ക് ലാമ്പ് എന്നും അറിയപ്പെടുന്നു. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഡേവി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇതിൻ്റെ ഫലമായി ഇന്നത്തെ ബാറ്ററികളുടെ പൂർവ്വരൂപമായ ഒരു വൈദ്യുത സെൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. ഈ സെൽ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളാണ് ആദ്യ വൈദ്യുത വിളക്ക് കണ്ടെത്താൻ ഇടയാക്കിയത്. താൻ കണ്ടെത്തിയ സെല്ലിനെ വയർ വഴി ഒരു കാർബൺ കഷ്ണവുമായി ബന്ധിപ്പിച്ചു. അപ്പോൾ കാർബൺ പ്രകാശിച്ചു.
തുടർന്ന് ഹംഫ്രി ഡേവി 2 കാർബൺ റോഡുകൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചു. അപ്പോൾ കാർബൺ റോഡുകൾക്കിടയിൽ ഒരു വൃത്തഖണ്ഡത്തിൻ്റെ അഥവാ ആർക്ക് രൂപത്തിൽ വെളിച്ചം രൂപപ്പെടുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ഈ പരീക്ഷണം പരിഷ്കരിച്ചാണ് അദ്ദേഹം ഇലക്ട്രിക് ആർക്ക് ലൈറ്റ് കണ്ടുപിടിച്ചത്. 19-ാം നൂറ്റാണ്ടിലെ വലിയ ശാസ്ത്രജ്ഞരൊരാളും പ്രശസ്തമായ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അംഗവുമായിരുന്ന ഹംഫ്രി ഡേവി ഇംഗ്ലണ്ടിലെ കൽക്കരി ഖനികളുടെ രക്ഷകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അവിടുത്തെ ഖനികളിൽ സ്ഫോടനങ്ങൾ പതിവായിരുന്നു. ഇത്തരം അപകടങ്ങൾ ധാരാളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് സ്ഫോടനങ്ങളെക്കുറിച്ച് പഠിച്ച് പരിഹാരം കണ്ടെത്താൻ ഹംഫ്രി ഡേവി നിയമിക്കപ്പെട്ടു. കൽക്കരി ഖനികളിൽ വെളിച്ചത്തിനായി ഉപയോഗിച്ചിരുന്ന എണ്ണ വിളക്കുകളായിരുന്നു സ്ഫോടനങ്ങൾക്ക് കാരണം. ഖനികളിലെ മീഥെയ്ൻ വാതകം വിളക്കുകളുമായി സമ്പർക്കത്തിൽ വരുന്നത് മൂലമുണ്ടായ ആളിക്കത്തലുകളാണ് സ്ഫോടനങ്ങൾക്ക് കാരണമെന്ന് ഡേവി കണ്ടെത്തി. വിളക്ക് കത്താൻ ആവശ്യമായ വായു കടക്കുന്നതും എന്നാൽ വിളക്കിൻ്റെ ജ്വാലയുമായി മീഥെയ്ൻ വാതകം സമ്പർക്കത്തിലേർപ്പെടാത്തതുമായ ഒരു വിളക്ക് രൂപകൽപ്പന ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ഒരു വിളക്കുണ്ടാക്കിയ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റി സ്വർണ്ണ മെഡൽ സമ്മാനിച്ചു. ഈ വിളക്ക് കന്നിത്തൊഴിലാളികളുടെ സുരക്ഷാ വിളക്ക് അഥവാ മൈനേഴ്സ് സേഫ്റ്റി ലാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ബോറോൺ, ബേരിയം, സ്ട്രോൺഷ്യം എന്നീ മൂലകങ്ങൾ കണ്ടെത്തി വേർതിരിച്ച ഡേവി ഇലക്ട്രോ കെമിസ്ട്രിയിലെ ആദ്യകാല ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. ക്രെഡിറ്റ് ഗോസ് ടു എഡിസൺ ആണോ? നോക്കിക്കളയാം. ഇൻകാൻഡസൻസ് ബൾബ് കണ്ടുപിടിച്ചത് ആര്? തോമസ് ആൽവ എഡിസൺ എന്നാവും പലരുടെയും ഉത്തരം. എന്നാൽ അത് ശരിയല്ല. എഡിസന് മുമ്പ് 20ഓളം ശാസ്ത്രജ്ഞർ ഇൻകാൻഡസൻസ് ബൾബിൻ്റെ വിവിധ മാതൃകകൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് എഡിസനും ഒരു മാതൃക രൂപപ്പെടുത്തി. പകർപ്പവകാശം വാങ്ങി മറ്റുള്ളവരുടെ മാതൃകകൾ പരിഷ്കരിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് എഡിസന്റെ നേട്ടം. ഡേവിയുടെ വിളക്കിന് ശേഷം 60 വർഷം നിരവധി പേർ വൈദ്യുത ബൾബിൻ്റെ വിവിധ മാതൃകകൾ കണ്ടെത്തിയിട്ടുണ്ട്. എഡിസണിലെത്തിയതോടെ അതിന് പൂർണ്ണത കൈവന്നതെന്നാണ് വാസ്തവം. ആദ്യകാല ഇൻകാൻഡസൻസ് ബൾബുകൾ കുറഞ്ഞ കാലം മാത്രമേ പ്രകാശിച്ചുള്ളൂ. മാത്രമല്ല അവയ്ക്ക് കൂടുതൽ വൈദ്യുതിയും വേണമായിരുന്നു. അതിനാൽ വാണിജ്യോൽപാദനത്തിൻ്റെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. ഇവ പരിഹരിക്കുന്നതിനിടയിൽ എഡിസൺ വിജയിച്ചു. ബൾബിൻ്റെ ചരിത്രത്തിൽ എഡിസന്റെ മഹത്വം അതാണ്. വൈദ്യുത ബൾബ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൽ എഡിസൺ ചെയ്ത സേവനങ്ങളും മികച്ചതാണ്. വീടുകളിൽ ഇലക്ട്രിക് ബൾബുകൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ സ്വിച്ച് പോലുള്ള അനുബന്ധ ഉപകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കമ്പനി നിർമ്മിച്ചു. ബൾബുകൾക്ക് കറണ്ട് എത്തിക്കുവാൻ അദ്ദേഹം പവർ സ്റ്റേഷനുകളും വൈദ്യുതി വിതരണത്തിനുള്ള ലൈനുകളും സ്ഥാപിച്ചു. ബൾബിൻ്റെ ചരിത്രത്തിൽ എഡിസന്റെ പേരിന് മുമ്പ് പറയേണ്ട മറ്റ് 2 പേരുകളുണ്ട്. പക്ഷേ സാങ്കേതികമായ ചില കാരണങ്ങളാൽ അവർക്കത്ര വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിരുന്നുമില്ല. അതിരിക്കട്ടെ, നിങ്ങൾ റൂഹം കോർഫ് വിളക്കെന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് നോക്കാം. പണ്ടത്തെ കൊണ്ടു നടക്കാവുന്ന വൈദ്യുത വിളക്കാണ് റൂഹം കോർഫ് വിളക്ക്. 1860-ൽ ജർമ്മൻകാരനായ ഹെയ്ൻറിച്ച് ഡാനിയേൽ റൂഹം കോഫ് ആണ് ഈ മൊബൈൽ വിളക്ക് നിർമ്മിച്ചത്. ജിസ്ലർ ട്യൂബ്, ബാറ്ററി, ഇൻഡക്ഷൻ കോയിൽ, ട്രാൻസ്ഫോർമർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച വിളക്കിൻ്റെ വൈദ്യുത സ്രോതസ്സ് ബാറ്ററിയായിരുന്നു. അതിൽ നിന്ന് വരുന്ന ചെറിയ വോൾട്ടേജിനുള്ള DC കറണ്ടിൻ്റെ വോൾട്ടേജ് കൂട്ടുന്നതിനായി ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചു. ജെയ്സ്ലർ ട്യൂബ് വൈദ്യുതിയെ വെളിച്ചമാക്കി മാറ്റി. ഇതും വാതക വിളക്കുകൾ തന്നെയായിരുന്നു. ആദ്യകാലത്ത് വിളക്കിലെ ട്യൂബിൽ കാർബൺ ഡയോക്സൈഡാണ് നിറച്ചത്. അപ്പോൾ വെള്ള വെളിച്ചമായിരുന്നു. പിന്നീട് നൈട്രജൻ നിറച്ചു. അതോടെ ചുവപ്പ് വെളിച്ചമായി. എഡിസന് മുമ്പ് ഇൻകാൻഡസൻസ് ബൾബ് കണ്ടുപിടിച്ച റഷ്യൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് അലക്സാണ്ടർ ലോഡ്ജിൻ. 1872-ലാണ് ലോഡ്ജിൻ കാർബൺ ഫിലമെൻറ്റുകളുടെ ഒരു ഇൻകാൻഡസൻസ് ബൾബിൻ്റെ പേറ്റൻറ്റിന് അപേക്ഷിച്ചത്. വളരെ കട്ടി കുറഞ്ഞ കാർബൺ റോഡായിരുന്നു അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഓസ്ട്രിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ബെൽജിയം, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഇതിന് പേറ്റൻറ്റ് ലഭിച്ചു. 1874-ൽ ഈ കണ്ടുപിടുത്തത്തിന് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗ് അക്കാദമി ഓഫ് സയൻസ് പുരസ്കാരം നൽകിയിരുന്നു. ബൾബുകൾ നിർമ്മിക്കുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയാണ് AN ലോഡ്ജിൻ. 1890-ൽ ലോഹ ഫിലമെൻറ്റുകൾ ഉപയോഗിച്ച് തൻ്റെ ഇൻകാൻഡസൻസ് വിളക്കുകൾ പരിഷ്കരിക്കാൻ ലോഡ്ജിൻ ശ്രമം തുടങ്ങി. ടങ്സ്റ്റൺ ഫിലമെൻ്റാണ് ആദ്യം ഉപയോഗിച്ചത്. ഇൻകാൻഡസൻസ് വിളക്കിൽ ആദ്യമായി ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉപയോഗിക്കുന്നത് അദ്ദേഹമാണ്. 1823 ജനുവരിയിൽ ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് അമേരിക്കയിൽ നിന്ന് അദ്ദേഹം പേറ്റൻറ്റ് നേടി. ഈ പേറ്റൻറ്റ് പിന്നീട് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽസ് കമ്പനിക്ക് വിറ്റു. ടങ്സ്റ്റൺ ഫിലമെൻറ്റുകളുടെ ആദ്യത്തെ ഇൻകാൻഡസൻസ് വിളക്കുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ചത് ഈ കമ്പനിയാണ്. ബൾബിൻ്റെ ചരിത്രത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന പേരാണ് തോമസ് ആൽവ എഡിസൻ്റേത്.
1879 ഡിസംബർ മാസത്തിലെ ഒരു വൈകുന്നേരം അന്ന് മെൻലോ പാർക്കിലുള്ള തൻ്റെ പരീക്ഷണശാലയിലേക്ക് എഡിസൺ കുറേ പേരെ ക്ഷണിച്ചിരുന്നു. ആ വൈകുന്നേരം എഡിസൺ നിർമ്മിച്ച ഇൻകാൻഡസൻസ് ബൾബ് അവർക്ക് മുന്നിൽ പ്രകാശിപ്പിച്ചു കാട്ടി അവരെ അമ്പരിപ്പിച്ചു. എഡിസൺ ആ നേട്ടത്തിലേക്ക് എത്തിയത് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമായിരുന്നു. അന്ന് ലഭ്യമായ എല്ലാ വസ്തുക്കളും അതിനായി പരീക്ഷിച്ചു. ഫിലമെൻ്റ് കണ്ടെത്താൻ കാർഡ്ബോർഡ് പരീക്ഷിച്ചിരുന്നു. വിളക്ക് കരി ഉപയോഗിച്ച് കാർഡ്ബോർഡ് കാർബണീകരിച്ചാണ് ഫിലമെൻ്റ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. പിന്നീട് കിട്ടാവുന്ന എല്ലാ ചെടികളും പുല്ലുകളും പരീക്ഷിച്ചു. 3000-ഓളം പരീക്ഷണങ്ങളാണ് ബൾബിനായി എഡിസൺ നടത്തിയത്. അവസാനം ഏറ്റവും മികച്ച ഫിലമെൻ്റായി അദ്ദേഹം കണ്ടെത്തിയത് മുളയാണ്. അഥവാ നമുക്കെല്ലാം നമ്മുടെയൊക്കെ ചുറ്റുപാട് കാണുന്ന ബാമ്പു ഇല്ലേ, അതാണ് ഈ മുള. ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു എഡിസൺ. കണ്ടുപിടുത്തങ്ങൾക്ക് കൃത്യമായ പേറ്റന്റ് എടുക്കാനും അവ വ്യാവസായികാടിസ്ഥാനത്തിൽ നിർമ്മിച്ച് നേട്ടങ്ങളുണ്ടാക്കാനും അദ്ദേഹത്തിനായി. ഇതിനായി എഡിസൺ നിരവധി കമ്പനികളും സ്ഥാപിച്ചിരുന്നു. എഡിസണിൻ്റെ കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്നു അമേരിക്കക്കാരനായ ജോസഫ് ഹാമർ. ബൾബ് നിർമ്മാണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ആളായിരുന്നു അദ്ദേഹം. ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ഏകകമാണ് ലൂമെൻസ്. ഏറെ തിളക്കമുള്ള വെളിച്ചത്തിൻ്റെ ലൂമെൻസും കൂടുതലായിരിക്കും. അപൂർവ ലോഹമാണ് ഈ ടങ്സ്റ്റൺ. മറ്റു മൂലകങ്ങളുമായി ചേർന്ന് രാസസംയുക്തങ്ങളായാണ് ഭൂമിയിൽ ടങ്സ്റ്റൺ കാണപ്പെടുക. 3422 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ മാത്രമേ ടങ്സ്റ്റൺ ഉരുകുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഇൻകാൻഡസൻസ് ബൾബുകളിൽ ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. ചൂട് പിടിച്ചാൽ അത്ര പെട്ടെന്നൊന്നും ഉരുകിപ്പോകുന്നയാളല്ല കാർബൺ. 3550 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടെങ്കിലേ ഇദ്ദേഹം ഉരുകൂ. ആദ്യകാലത്ത് ബൾബ് നിർമ്മിക്കാൻ ശ്രമിച്ചവർക്ക് കാർബൺ പ്രിയപ്പെട്ടതായത് കനത്ത ചൂടിലും കുലുങ്ങാതെ നിൽക്കാനുള്ള ഈ കഴിവ് കാരണമാണ്. ആറ്റങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം കാരണമാണ് കാർബണിന് കനത്ത ചൂടിലും ഉരുകാതെ നിൽക്കാൻ കഴിയുന്നത്. കരിയും ഗ്രാഫൈറ്റും വജ്രവുമൊക്കെ കാർബണിൻ്റെ പല രൂപങ്ങളാണ്. ഇങ്ങനെ ആൾമാറാട്ടത്തിൽ അതിവിരുദ്ധനാണ് കാർബൺ. മറ്റു മൂലകങ്ങളുമായി ചേർന്നും സ്വയം കൂടിച്ചേർന്നുമൊക്കെ കാർബൺ നിരവധി സംയുക്തങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തി പലതരം പ്ലാസ്റ്റിക്കുകളും മരുന്നുകളും പെയിൻറ്റുകളും സുഗന്ധദ്രവ്യങ്ങളും അടക്കം നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. ജീവലോകത്തും പ്രധാന താരമാണ് കാർബൺ. പ്രോട്ടീനുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ, ന്യൂക്ലിക് ആസിഡുകൾ തുടങ്ങിയവയെല്ലാം കാർബൺ ചേർന്ന സംയുക്തങ്ങളാണ്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ഗ്യാസ് തുടങ്ങിയ ഇന്ധനങ്ങളെല്ലാം ഹൈഡ്രജനും കാർബണും ചേർന്നുണ്ടായ ഹൈഡ്രോ കാർബണുകൾ തന്നെ. കാർബണിനെക്കുറിച്ചും അതിൻ്റെ സംയുക്തങ്ങളെക്കുറിച്ചുമൊക്കെ നടത്തിയ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും മനുഷ്യന് വലിയ പ്രയോജനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തേതുപോലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ വരുന്നതിന് മുമ്പ് ലോകത്തെ പ്രധാന നഗരങ്ങളിൽ രാത്രി വെളിച്ചം പകർന്നത് വിളക്ക് തൂണുകൾ കൊണ്ടായിരുന്നു, ലൈറ്റ് പില്ലേഴ്സ്. മുകളിൽ ആർക്ക് വിളക്കുകൾ പിടിപ്പിച്ച ഉയരമുള്ള തൂണുകളാണിവ.